ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഈ പിള്ളേരുടെ വേല ഉണ്ടല്ലേ, ഞാൻ എങ്ങും ഇരുന്ന് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ മടി കയറിയിരിക്കും. ആദ്യം ക്യാമറ കാണുമ്പോഴേ അവർക്ക് അറിയാമെന്നാണ് തോന്നുന്നത്, കണ്ടല്ലേ. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ലൊരു സോയ ഫ്രൈ ആണ്. അപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ സോയ ഫ്രൈ എന്ന് പറയുന്നത്. നല്ല ബീഫ് ഫ്രൈയെ വെല്ലും സോയ ഫ്രൈ ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ വലിയ ഗമയൊന്നും പറയുന്നില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് ചിലർക്കൊന്നും അറിയത്തില്ല, അപ്പോൾ ചിലർക്കൊക്കെ അറിയാം. അപ്പോൾ ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നേരത്തെ ഞാനൊരു സോയ കറി ഉണ്ടാക്കിയിരുന്നു. നല്ല അടിപൊളി കറിയാണത്. കുറേ പേര് 3 ലക്ഷത്തോളം ആൾക്കാരതിപ്പം കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടു നോക്കുക. നല്ല ടേസ്റ്റാണത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം. അപ്പം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങളോട് പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ സോയ ഫ്രൈ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സോയ ചങ്ക്സ് ആണ് വാങ്ങിച്ചത്. അതിൽ നിന്ന് ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. ഇതിന് വലിയ വിലയൊന്നുമില്ല. അത് 200 ഗ്രാമിൻ്റെ പാക്കറ്റിന് 33 രൂപയേ ഉള്ളൂ. അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 2 സവോള എടുത്തിട്ടുണ്ട്, ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കിട്ടാത്തവർ വിട്ടേക്കുക, സവോള എടുത്താൽ മതി. തക്കാളി 1, പിന്നെ ഒരു 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ എടുക്കുന്ന മസാലയൊക്കെ ഞാൻ പുറകാലെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ സോയ ചങ്ക്സ് നമുക്ക് തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കണം. അത് കുതിർത്തൊക്കെ എടുക്കണം. പിന്നെ കുതിരുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ അരിയണം. വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും വേണം കേട്ടോ. കുരുമുളകും കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് സോയാബീൻ കുതിർത്ത് കൊണ്ടുവരാം. നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. സോയ ചങ്ക്സ് അതിലിട്ടിട്ട് തീയും ഓഫ് ചെയ്യാം. 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഇടുക. അപ്പോൾ സോയ ചങ്ക്സിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടാത്തവർക്ക് അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഈ കുപ്പിയുടെ വിനാഗിരിയുടെ ഒരു 2 മൂടി, ഇതിന് 2 മൂടി വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് കുതിരട്ടെ. ഇപ്പോഴത്തെ നമുക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞു വയ്ക്കാം. അടച്ച് വെച്ചേക്കാം. അപ്പം നമ്മൾക്ക് ചതയ്ക്കാനുള്ളത് ചതച്ചെടുത്തുകൊണ്ട് വരാം. 1 സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, നല്ലൊരു കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി. ഇത്രയാണ് ചതയ്ക്കേണ്ടത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ സോയ ചങ്ക്സ് എന്തായെന്ന് നോക്കാം. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് എങ്കിൽ മാത്രമേ നല്ലോണം കുതിരുകയുള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം. എന്നിട്ട് കുറച്ച് പണികളുണ്ട് അതിനകത്ത്. മസാലയൊക്കെ പുരട്ടി വെക്കണം. അപ്പോൾ സോയ കുതിർത്തതിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഒന്ന് പിഴിഞ്ഞ് വേണം എടുക്കാൻ. നമ്മൾ കറി വെച്ചപ്പോഴും നമ്മൾ പിഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ എന്നാലും അതിനകത്ത് വെള്ളം ഇരുന്നാൽ ശരിയാവത്തില്ല. ഇതിന് അരിഞ്ഞെടുക്കണം. വലുതാണെങ്കിൽ 2, 3, 4 ആയിട്ട് അരിയണം. ചെറുതാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം. വലുപ്പത്തിനനുസരിച്ച് ഇത് അരിഞ്ഞെടുക്കാം. വെള്ളം കളഞ്ഞേക്കുക. സോയ വേവിച്ച സമയം കൊണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചും വെച്ചിട്ടുണ്ട്. നമുക്ക് സോയ ചങ്ക്സ് അരിഞ്ഞു വയ്ക്കാം. ഞാനിപ്പം 2 ആയിട്ടാണ് അരിയുന്നത്. സോയ ചങ്ക്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മീനൊക്കെ മസാല തേച്ച് വെക്കുന്ന മാതിരി ഇത് തേച്ച് വെക്കണം. 1/2 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ച് വെക്കുക. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ തൈര്. ഒന്നുകൂടെ പറയാൻ ചേർത്തത്: 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ മാറ്റി വെച്ചേക്കുക. ഉള്ളിയൊക്കെ വഴറ്റുന്ന നേരം കൊണ്ട് ഇത് ഉപ്പ് എരിവൊക്കെ പിടിച്ചോളും. ഇനി നമുക്ക് മുളകൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ഇത്രയൊന്നും പോരാ, നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാം. തവ അടപ്പേ വെച്ചു. 3 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കും, ഫ്രൈ അല്ലേ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കുക. നമ്മൾ ഇറച്ചി വയ്ക്കുന്ന മാതിരി തന്നെ. തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കടുകിട്ടാൽ മതി.
അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി ദൂരം മാറി വയ്ക്കുക. കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം, ഒരു കുഴപ്പമില്ല. അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇടാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ഇട്ടേക്കാം. പച്ചമുളകും കൂടെ അതിൽ ഇട്ടേക്കാം. അപ്പം ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. എരിവൊക്കെ അവനതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടാൻ ശ്രമിക്കുക. അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും കൂടെ ഇടുക. ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. സ്വല്പം ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത്. സോയ ചങ്ക്സിൽ നമ്മൾ ഉപ്പിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഉപയോഗിക്കാം. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരട്ടെ. രണ്ട് സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടയട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലയും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിരുന്നു. ഇനി ഇടുന്നത് അവനതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. ഞാൻ എന്തായാലും 1 സ്പൂൺ ഇടുന്നുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടു, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സിന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി മസാല എല്ലായിടവും പിടിക്കണം. നല്ല ടേസ്റ്റാണിത്. തീ സ്വല്പം മീഡിയത്തിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്ക് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. നല്ല മണം വരുന്നുണ്ട്. തീ സ്വല്പം കുറച്ചിട്ട് കൊടുക്കാൻ. ഉള്ളിയുടെയും തക്കാളിയുടെയും ആ മസാലയുടെയൊക്കെ ഒരു മണം, ആ സോയയും എല്ലാം കൂടെ ചേർന്നുള്ളൊരു മണം ഇറച്ചി ഫ്രൈയും മാറി നിൽക്കും. ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. വല്ല കുറേ കൂടെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അടച്ചു വയ്ക്കാം. സോയ ഫ്രൈ എന്തായെന്ന് നോക്കാം. ഉള്ളിയെല്ലാം അതിനകത്ത് നല്ലോണം പെരണ്ട് വരണം. നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം കൂടെ കിടക്കട്ടെ. അടച്ചു വയ്ക്കാം. തീ സിമ്മിലിട്ടിരിക്കുകയാണ്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യാം. ഇത്രയും മതി. നല്ല ടേസ്റ്റാണിത്. എരിവ് കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം. എന്തായാലും കൂട്ടണ്ട കേട്ടോ. കറക്റ്റ് എരിവാണ് എനിക്ക്. നമ്മുടെ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കണ്ട കാള ഫ്രൈ മാറി നിൽക്കും. എന്ത് നല്ല രസമാണെന്നറിയാമോ ഇത്. ആഹാ, നല്ല രസമുണ്ട്. കഴിക്കാനും അതേ ടേസ്റ്റ് തന്നെയാണ്.
കണ്ടില്ലേ? ബീഫ് ഫ്രൈ അല്ലെന്ന് ആരെങ്കിലും പറയുമോ? കണ്ടാൽ അത്ര ടേസ്റ്റാണ് ഇത്. സോയ ചങ്ക്സാന്ന് പറയേയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഈ സോയ ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ